ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ മെത്തേഡായ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആത്മാർത്ഥമായി ഒന്നിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് സാക്ഷാത്കരിക്കാനുള്ള വഴികൾ നിങ്ങളുടെ മനസ്സ് തന്നെ കണ്ടെത്തും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്ന, നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, സംഭവിക്കണമെന്ന് ആത്മാർത്ഥമായി വിചാരിക്കുന്ന 3 പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഗോളുകൾ തിരഞ്ഞെടുക്കണം. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഗോളുകളായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അത് റിലേഷൻഷിപ്പ്, കരിയർ, ബിസിനസ്, ഫിനാൻസ് എന്നിങ്ങനെ ഏത് മേഖലയിൽ നിന്നുമുള്ള ഗോളുകളാകാം. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ഏറ്റവും മനസ്സിൽ ഏറ്റവും അതിയായി ആഗ്രഹിച്ചു കൊണ്ട് നടക്കുന്ന ഗോളായിരിക്കണം. നിങ്ങൾക്ക് സന്തോഷം തരുന്ന, നടക്കുമെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്ന 3 ഗോളുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. കാരണം നാം ഗോളുകളിലേക്ക് എത്രത്തോളം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നോ അത്രത്തോളം വേഗത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യും. ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ പ്രോഗ്രാമുകളിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ടൂളാണ് ഗോൾ കാർഡ് മാനിഫെസ്റ്റേഷൻ മെത്തേഡ്. ഇത് വളരെ ലളിതമായ ആർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന മെത്തേഡാണ്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുട്ടികൾക്ക് വരെ ഇത് ചെയ്യാം. ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് കീത്ത് എലിസ് എഴുതിയ വളരെ മനോഹരമായ പുസ്തകം ദി മാജിക് ലാമ്പ് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്നതായിരിക്കും. ഗോൾ കാർഡ് ഉണ്ടാക്കുന്ന രീതി. നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട 3 ഗോളുകൾ തിരഞ്ഞെടുത്തതിന് ശേഷം അത് ഗോൾ കാർഡാക്കി മാറ്റുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനുവേണ്ടി കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് എടുക്കേണ്ടത്. വിസിറ്റിംഗ് കാർഡിൻ്റെ വലിപ്പത്തിൽ ആ പേപ്പർ മുറിക്കുക. നിങ്ങളുടെയോ മറ്റുള്ളവരുടെ വിസിറ്റിംഗ് കാർഡോ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. ഒരു വശം അച്ചടിച്ചിട്ടില്ലാത്തതായിരിക്കണം എന്ന് മാത്രം. അതായത് ഒന്നും എഴുതാത്തൊരു വിസിറ്റിംഗ് കാർഡ്. നമ്മുടെ പോക്കറ്റിലും പേഴ്സിലുമൊക്കെ സൂക്ഷിക്കാൻ ഏറ്റവും സൗകര്യപ്രദമായ വലിപ്പം ഇതായത് കൊണ്ടാണ് വിസിറ്റിംഗ് കാർഡിൻ്റെ വലിപ്പം മാത്രമേ വേണ്ടുവെന്ന് പറഞ്ഞത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഒറ്റ ഗോൾ കാർഡ് മാത്രം ഉണ്ടാക്കാം, അല്ലെങ്കിൽ 4-5 എണ്ണം വരെ ഉണ്ടാക്കാം. കൂടുതൽ ഉണ്ടാക്കിയാലുള്ള പ്രയോജനം ഇത് പല സ്ഥലങ്ങളിലായി നമുക്ക് സൂക്ഷിക്കാനും അതേക്കുറിച്ച് നിരന്തരം ചിന്തിക്കാനും സാധിക്കുമെന്നതാണ്. നമ്മൾ എന്തിലാണോ കൂടുതൽ ചിന്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. പ്രശ്നങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതെങ്കിൽ പ്രശ്നങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കാണ് പരമാവധി ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ ആ ലക്ഷ്യം നേടിയെടുക്കുമ്പോഴുള്ള ഫീലിങ്ങിലേക്കാണ് നമ്മളുടെ മനസ്സിനെ കൊണ്ടുവരുന്നതെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈസിയായി നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി എങ്ങനെയാണ് ഗോൾ കാർഡിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതേണ്ടത്? മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഭാഷയിൽ ഏതു ഭാഷ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് സ്വന്തം കൈയക്ഷരത്തിൽ എഴുതാം, അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാം. ഇവിടെ 2 രീതിയിലെ ഫോർമാറ്റാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി തിരഞ്ഞെടുക്കാം. ആദ്യത്തെ രീതി ഇങ്ങനെയാണ്: ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ നൗ ദാറ്റ് ഐ ഹാവ്. എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾ എഴുതണം. ഞാനിപ്പോൾ വളരെയധികം സന്തോഷവാനും നന്ദിയുള്ളവനാണ്, കാരണം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് കിട്ടിയതായി നിങ്ങൾ എഴുതുക. ഉദാഹരണത്തിന്, ജോലിയിൽ പ്രമോഷൻ ലഭിക്കുകയാണ് നിങ്ങളുടെ ഗോളെങ്കിൽ ഞാൻ ഇപ്പോൾ വളരെയധികം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ്, കാരണം എനിക്ക് മാനേജറായി പ്രമോഷൻ ലഭിച്ചു. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇങ്ങനെ ബന്ധങ്ങൾ, സമ്പത്ത്, കരിയർ, ബിസിനസ് തുടങ്ങിയ ഏതു മേഖലകളിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന 3 ഗോളുകൾ ലഭിച്ചതായി എഴുതുക. രണ്ടാമത്തെ രീതി: ചിലപ്പോഴൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നതായി നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണമെന്നില്ല. അതിന് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ രണ്ടാമത്തെ രീതിയിൽ ഗോൾ കാർഡിൽ ഇങ്ങനെ എഴുതാം: ഐ ആം ഇൻ ദ പ്രോസസ് ഓഫ് മാനിഫെസ്റ്റിംഗ്. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ. അതായത് ഞാൻ എൻ്റെ ഏതാണോ ഗോള് എൻ്റെ ഗോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലാണ്, അത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നും എഴുതാം. ഉദാഹരണമായി, ഞാൻ മാനേജറായി പ്രൊമോഷൻ ലഭിക്കുകയെന്ന എൻ്റെ ഗോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലാണ്, അത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, നിങ്ങളുടെ 3 ഗോളുകളും ഒറ്റ കാർഡിൽ തന്നെ എഴുതണം. അതിൻ്റെ 4-5 കോപ്പി ഉണ്ടാക്കണം.
നിങ്ങൾ ഗോൾ കാർഡ് തയ്യാറാക്കി കഴിഞ്ഞു. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾ കാർഡ് മാനിഫെസ്റ്റേഷൻ മെത്തേഡിലേക്ക് നാം കടക്കുന്നത്. ഇതിനായി നിങ്ങളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നതായി മനസ്സിൽ ഫീൽ ചെയ്തുകൊണ്ട് ഗോൾ കാർഡ് വായിക്കുകയാണ് വേണ്ടത്. റിലാക്സ്ഡായി 2-3 ബ്രീത്ത് എടുത്ത ശേഷം വായിക്കുക. ഒരു ദിവസം കുറഞ്ഞത് 3 സമയത്തെങ്കിലും ഗോൾ കാർഡ് വായിക്കണം. ഓരോ തവണയും 3 പ്രാവശ്യം വെച്ച് ഓരോ ഗോളുകൾ വായിക്കണം. അതായത് ഒരു ദിവസം ഒരു ഗോൾ കുറഞ്ഞത് 9 തവണയെങ്കിലും നാം വായിക്കണം. കൂടുതൽ വായിക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലത്. എന്നാൽ എത്ര വട്ടം വായിച്ചു എന്നതിലല്ല കാര്യം, എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നതിലാണ് കാര്യം. ലക്ഷ്യം നടന്നതായി ഫീൽ ചെയ്ത് വായിക്കാൻ സാധിക്കുന്നു എന്നതിലാണ് ഇമ്പോർട്ടൻ്റ്. ഓരോ തവണ വായിക്കുമ്പോഴും ഇത് നടക്കുമോ ഇത് നടക്കില്ലയോ എന്ന് സംശയിക്കരുത്. ഇത്തരം നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര വൈകിപ്പിക്കും. അതുകൊണ്ട് സംശയമോ നെഗറ്റിവിറ്റിയോ ഉണ്ടാകാൻ പാടില്ലെന്ന് നിങ്ങൾ ഓർക്കുക. ഇനി ഈ ഗോൾ കാർഡ് എവിടെ സൂക്ഷിക്കണം? നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന എവിടെ വേണമെങ്കിലും ഇത് സൂക്ഷിക്കാം. പേഴ്സാണ് ഏറ്റവും ബെറ്റർ. വാഹനത്തിൽ സൂക്ഷിക്കാം. കാറിൽ എപ്പോഴും കാണാൻ സാധിക്കുന്ന സ്ഥലത്ത് ഇത് വയ്ക്കാം. അതുപോലെ ഓഫീസിലെ ടേബിളിൽ വയ്ക്കാം. എപ്പോഴും ഡയറി കൊണ്ട് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിലും വയ്ക്കാം. ഒരെണ്ണം കിടക്കുന്ന ബെഡിൻ്റെ അടുത്ത് വയ്ക്കാം. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സ്ഥിരമായിരിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തും ഒരെണ്ണം വയ്ക്കാം. എപ്പോഴാണ് ഒരാൾ വിജയിയാകുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം സമയവും നമ്മുടെ ഗോളുകളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുകയും നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുകയും അത് നമ്മിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന അവസ്ഥയിലാണ് ഒരു വ്യക്തി പൂർണ്ണ അർത്ഥത്തിൽ വിജയിയായെന്ന് പറയാനാകുന്നത്. അനാവശ്യ കാര്യങ്ങൾ ചിന്തിച്ചും പ്രവർത്തിച്ചും എത്രമാത്രം സമയമാണ് നാം പാഴാക്കുന്നത്. ഇനി നമുക്ക് ആ അബദ്ധം കാണിക്കാതിരിക്കാം. ഇന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഒരു ഗോൾ കാർഡ് ഉണ്ടാക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അതിലൂടെ റിസൾട്ട് ലഭിക്കുന്നതാണ്. ഒന്നുകൂടി ഞാൻ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. എവിടേക്കാണോ നാം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, എന്താണോ നാം കൂടുതലായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, എവിടേക്കാണോ നമ്മുടെ ഊർജം കൂടുതലായി വിനിയോഗിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ കൂടി വരുന്നു. ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ പ്രോഗ്രാമുകളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ഗോൾ കാർഡ് മാനിഫെസ്റ്റേഷൻ മെത്തേഡ്. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന 3 ഗോളുകൾ തിരഞ്ഞെടുക്കുക. ആ ഒരു ഗോൾ കാർഡ് തയ്യാറാക്കി നിങ്ങളുടെ 3 ഗോളുകളും അതിൽ എഴുതി വയ്ക്കുക. ഈ ഗോൾ കാർഡുകൾ നിങ്ങൾ എപ്പോഴും കാണുന്ന പല സ്ഥലങ്ങളിലായി വയ്ക്കുക. ദിവസം 3 സമയത്തായി ഗോളുകൾ അത് എപ്പോൾ തന്നെ സംഭവിച്ചതുപോലെ തന്നെ വായിക്കുക. ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം സമയം ഈ ഗോളുകളെക്കുറിച്ച് ചിന്തിക്കാനായി ചിലവഴിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. തീർച്ചയായും ഈ പ്രാക്ടീസ് നിങ്ങൾ ചെയ്തു നോക്കുക. എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. എനിക്ക് ഒരുപാട് മാനിഫെസ്റ്റേഷൻ നടന്നിട്ടുള്ള സീക്രട്ടായ മെത്തേഡാണിത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇത് പ്രയോഗത്തിൽ കൊണ്ടുവരിക. ഒരുപാട് ഐശ്വര്യങ്ങളും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.